ആദ്യമായി പരിശുദ്ധ മാതാവ് ഈ തിരുസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഒരു സാക്ഷിയാക്കി മാറ്റുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ താമസിച്ചു പോയതിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് ഷാലി. ഞാൻ വയനാട് മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ഇടവകയാണ്. ഞാൻ 2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് കൃപാസനത്തിൽ കൂട്ടിക്കൊണ്ട് വന്നത്. ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കാണുക, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തു. ഞാനത് ഒരു 6-7 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാം പാലിച്ചു. രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു, രാത്രിയിൽ പ്രാർത്ഥന ചൊല്ലി. പിന്നെ ഞാനത് ഉഴപ്പി. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാൻ ഉടമ്പടി പത്രിക പോലും ശരിയായിട്ട് വായിക്കാനായിട്ട് എനിക്കൊരു മനസ്സ് വന്നത്. അതിനുശേഷം 1 വർഷം മുമ്പ് എൻ്റെ ഭവനം ഓടിട്ടൊരു വീടായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയതാണ്. എല്ലാം മരവും ജനലും വാതിലും എല്ലാം ചെതല് പിടിച്ചു പോയി. ഒരു രാത്രി 2 മണിയായിട്ടുണ്ടാവും. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് മക്കളൊന്നുമില്ല. ഞാനൊരു വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ 2 മണി രാത്രിയായപ്പോൾ എന്തോ ഇടിഞ്ഞു വീഴുന്ന ഒരൊച്ച കേട്ടു. ഞാൻ എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് ചാടി എണീറ്റിട്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലൈറ്റിട്ട് നോക്കി, ഹാളിലും കിച്ചണിലൊക്കെ പോയി നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന ബെഡ്റൂമിൻ്റെ എൻ്റെ തലയ്ക്ക് ഭാഗത്ത് മരവും ഒരു 10-25 ഓടും കൂടി പൊട്ടി വീണത്. എൻ്റെ തലേൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം വന്ന് വീണത്. എന്നിട്ടും എൻ്റെ ദേഹത്തേക്ക് ഒരു കഷ്ണം ഓടോ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം പോലോ വീഴാൻ എൻ്റെ അമ്മ മാതാവ് എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതെൻ്റെ അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓടെല്ലാം വീണ് പോയി. ഞാൻ രാവിലെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എന്നോടടുത്ത് പറഞ്ഞു, നമുക്ക് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആദ്യം സുരക്ഷിതമായി ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ അയൽവക്കത്ത് എവിടെയെങ്കിലും പോയി കിടക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എനിക്കൊരു വീട് പോലും വെക്കാൻ, എനിക്ക് ഒരു ജനൽ പോലും വാങ്ങി വെക്കാൻ എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല. അപ്പം ഞാൻ അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ വീടിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അത് കഴിഞ്ഞ് അനുഗ്രഹം എന്ന് പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് എൻ്റെ അച്ഛൻ വിളിച്ചു, ചേച്ചിക്ക് വീട് മേൽപ്പര ആംഗ്ലറിങ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഭംഗിയായി നടത്തി തന്നു. അതിനുശേഷം എൻ്റെ വീടിൻ്റെ ജനലും വാതിലെല്ലാം മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതെല്ലാം ചെതല് പിടിച്ചു പോയിരുന്നു. ഒരു തള്ളു കൊടുത്താൽ വാതിലെല്ലാം പോകുമായിരുന്നു. എന്നിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടും എനിക്ക് വിഷമായി. ഞാനിതെന്ത് ചെയ്യും മാതാവേ? എനിക്കൊരു കട്ടില പോലും മേടിച്ച് വെക്കുവാനായിട്ട് എനിക്ക് സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ പണിയെടുക്കുന്ന വീട്ടിൽ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, നിനക്ക് ആ വീടിന് വേണ്ടുന്ന കട്ടിലയും ജനലയും അലമാരിയെല്ലാം ഞങ്ങൾ വാങ്ങിത്തരാം. അത് വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നീ ആക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പണിയെടുക്കുന്ന വീട്ടിൽ നിന്നെല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് വയ്ക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വിൻസെൻ്റ് പോൾ സംഘടനക്കാർ എൻ്റെ വീട്ടിൽ വന്നു. അവരതെല്ലാം കണ്ട് നോക്കിയിട്ട് പോയി. എന്നോട് പറഞ്ഞു,
ഉറപ്പൊന്നുമില്ല ഷാലി, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, പിന്നെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു പോയി. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്ക് ആരും ഇല്ലാത്തതാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ബാക്കി മെയിൻ്റനൻസ് പണി ചെയ്യാനായിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 30 എനിക്ക് എൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് എൻ്റെ വീടിൻ്റെ വിൻസെൻ്റ് ഡിപ്പോൾക്കാർ വന്ന വീടിൻ്റെ എല്ലാം ചെയ്തു തന്നു. ബാക്കി എല്ലാ പണിയും ചെയ്തു, പെയിൻറ്റിങ് കഴിഞ്ഞു, സീലിംഗ് അടിച്ചു. അച്ഛനെ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചു. അത് അമ്മ മാതാവിൻ്റെ ഒറ്റയൊരു അനുഗ്രഹം മാത്രമാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. അതുകൂടാതെ എൻ്റെ ഒരു ചെറിയൊരു രോഗസൗഖ്യം, എനിക്ക് കൈക്ക് എപ്പോഴും കുഴിനകം വരുമായിരുന്നു. കൈ നനയുന്നത് കൊണ്ടും എൻ്റെ ജോലി വീട്ടുപണിയാണ്. അപ്പോൾ ഈ സോപ്പിൻ്റെയും പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെയൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈ എപ്പോഴും പഴുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മരുന്ന് മേടിച്ച് മടുത്തു. ഞാൻ മൈലാഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിട്ട് നോക്കി, എന്നിട്ടൊന്നും എനിക്കത് കുറയുന്നില്ല. ലാസ്റ്റ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ നഖം എടുത്ത് കളയണം, അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ, ഈ നഖം എടുത്ത് കളഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല. അപ്പോൾ അമ്മ മാതാവിൻ്റെ തൈലം ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൈയിൻ്റെ ആ കുഴിനകം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് ഇപ്പോഴും ചെറിയ ചെറിയ നീരൊക്കെ വരുന്നുണ്ട്, വേദനയും ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ പൂർണ്ണമായിട്ടും അമ്മ അത് മാറ്റിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ പത്രം എല്ലാ വീടുകളിലും കൂടെയാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഓരോ വീട് കയറി ഇറങ്ങി ഞാൻ പത്രം വിതരണം ചെയ്യലുണ്ട്. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ വീട് കുറച്ച് ദൂരമാണ്, പള്ളീൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ എൻ്റെ കൂടെ വന്ന ചേച്ചിയും ഞാനും കൂടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അമ്മച്ചിമാരുടെ തുണികളൊക്കെ കഴുകി കൊടുക്കാനും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ആസ്പത്രികളിൽ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാനായിട്ട് ഞാനും ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ദിവസവും പോകാനുള്ള സാഹചര്യമില്ല. ഞായറാഴ്ച ഒരു ദിവസമാണ് എനിക്ക് ലീവുള്ളത്. കഴിയുന്നതും ഞാൻ കാരുണ്യപ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷാലി മാനന്തവാടി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഉടമ്പടി എടുക്കുവാനൊക്കെ ആയിട്ടുള്ള സാഹചര്യമുണ്ടായത് വെറുതെ ഒന്ന് മനസ്സിലാക്കി പോകാമെന്നുള്ള ചിന്തയുടെ കൂടെയാണ് വന്നതെങ്കിലും കൂടെയുള്ളവർ ഉടമ്പടി എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉടമ്പടി എടുത്താണ് മുമ്പോട്ട് പോയത്. എന്നാൽ തൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ 3ാമത്തെ പുതുക്കലിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയത്. തൻ്റെ ജീവിതത്തിലെ ഭവന സംബന്ധമായ നിരവധിയായ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇടവക വിചാരിച്ചിനെ കണ്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും അതൊക്കെ മറ്റുള്ള തീരുമാനിക്കാന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴും അതേ തുടർന്നാണെങ്കിലും വിൻസെൻ്റ് ഇപ്പോഴുന്ന സംഘടനയോടുകൂടി അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിന് ഈ ഒരു കാര്യത്തിൽ, ഭവനസംബന്ധമായ കാര്യത്തിൽ ഇടപെടണമെന്ന്. അതോടൊപ്പം തന്നെയാണെങ്കിലും താൻ ജോലി ചെയ്ത സ്ഥലത്ത് വീട്ടിലെ ആൾക്കാർ
തനിക്ക് ഭവനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാനായിട്ട് സന്നദ്ധരാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് പരിശുദ്ധമായിട്ട് ചേർന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ടും തനിക്ക് നല്ല രീതിയിൽ ഭവനത്തെ നല്ല രീതിയിൽ താമസിക്കത്തക്ക രീതിയിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് അനുഗ്രഹമൊക്കെ ലഭിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാനും അത് താനിട്ട ഡേറ്റിന് ഒരു മാസം മുമ്പ് തന്നെ ഡിസംബറിലായിട്ട് അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തനിക്ക് ആ ഭവനത്തിലേക്ക് താമസിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ഉടമ്പടിയിലുള്ള വിശ്വാസം തന്നെയാണ് തനിക്ക് എത്താനക്ക് മുമ്പിൽ സാക്ഷിയാകുവാനായിട്ട് പരിശുദ്ധമ്മ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇനിയും ഈ അമ്മയുടെ യാത്രയിൽ പരിശുദ്ധമ്മയെ പ്രത്യക്ഷയുടെ സാക്ഷിയായിട്ട് ഇനിയും ഈ അമ്മയെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.